ആർ കിരൺ ബാബുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നമ്മൾ പാലക്കാടേക്ക് പോവുകയാണ്. അവിടെ ഒരു സംഭവം, യുവതിയെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നു. ഭർത്താവ് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. മരണം കൊലപാതകമാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. വിഷ്ണു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, എന്താണ് ഇത് കൊലപാതകമെന്ന് സംശയിക്കാനിടയാക്കുന്ന സാഹചര്യങ്ങൾ? ഒറ്റപ്പാലത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി 12 കാലോട് കൂടിയാണ് ഈ ഒറ്റപ്പാലം അശ്വിനി ആശുപത്രിക്ക് സമീപമുള്ള ഒരു വാടക വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു വാടക വീടാണിത്. തൊട്ടമുറിയിലെ വീട്ടുകാരാണ്, ഇവരുടെ ബന്ധുക്കളും കൂടിയാണ്. ഇവരാണ് യുവതി മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ഒറ്റപ്പാലം പോലീസിൽ വിവരം അറിയിച്ചു. ഈ സമയം ഭർത്താവ് മണികണ്ഠൻ ഈ വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തുകയും മരണത്തിൽ സംശയം തോന്നുകയും ചെയ്തു. ഉടൻ തന്നെ ഈ ഭർത്താവ് മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ ഫോറൻസിക് സംഘം വന്ന് നോക്കിയപ്പോൾ ഈ യുവതിയുടെ കഴുത്തിൽ ഒരു കയർ കുരുങ്ങിയ പാട് കണ്ടെത്തി. അതിനെ തുടർന്നാണ് കൊലപാതകം എന്ന സംശയത്തിലേക്ക് സംഭവം നയിച്ചത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചതായി ഭർത്താവ് മണികണ്ഠൻ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും ഈ മരണം സ്വാഭാവിക മരണമാണെന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കൊലപാതകമാണെന്നോ അല്ലെങ്കിൽ ദുരൂഹതയെന്നൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ മണികണ്ഠനെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ വ്യക്തമായ വിവരം ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ മരണകാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. വിഷ്ണുവാണ് പട്ടാമ്പിയിൽ നിന്നും വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.